കാൽവരി കുരിശിൽ കിടക്കുക. ഒരു വ്യക്തിക്ക് സഹിക്കാവുന്ന അങ്ങേറ്റം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം സഹനത്തിന്റെ പാരമ്യത്തിന്റെ നടുവിലും യേശു കൺമുമ്പിൽ നിൽക്കുന്നവരെ നോക്കി ഈശോയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കി. ഇവരുടെ പാപമാണ് ഇതാ എന്നെ കുരിശിൽ തറച്ചത്. അപ്പനോട് പറഞ്ഞു, അപ്പാ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. നോക്കിക്കേ, യേശു അവരുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിച്ചത്. ഹല്ലേലൂയ. ഈശോ സ്വന്തം ഭാഗത്തു നിന്നല്ല ചിന്തിച്ചത്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച യേശു കടന്നു പോകുന്ന ഒരു സഹനത്തിൽ നമുക്ക് ആർക്കും ക്ഷമിക്കാൻ പറ്റുന്നത്? യേശു കടന്നു പോകുന്ന ഒരു ജീവിതത്തിന്റെ ദുഃഖത്തിൽ ആർക്ക് പൊറുക്കാൻ പറ്റും, വിട്ടുകൊടുക്കാൻ പറ്റും? പറ്റില്ല. പക്ഷെ യേശു അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി യേശു ചിന്തിച്ചതാണ്. പിതാവായ ദൈവം ചിന്തിച്ചതാണ് സ്വന്തം പുത്രനെ കാൽവരി കുരിശോളം വിട്ടുകൊടുത്തത്.